ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ ചക്ക തോരനാട്ടോ വയ്ക്കുന്നത്. ഇടിച്ചല്ല വയ്ക്കുന്നത്, കൊത്തിയരിഞ്ഞാണ് വയ്ക്കുന്നത്. ഈ ചക്കയിലൊരു കളർ ചേഞ്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ആക്ച്വലി എൻ്റെ ഹാഫ് പോർഷൻ അമ്മ 1 വീക്ക് ബിഫോർ തോരൻ വെച്ചതാണ്. അപ്പോൾ ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അത് ഇന്നെടുത്ത് തോരൻ വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് ഈ ചക്കയുടെ സ്കിൻ പോർഷൻ എല്ലാം നല്ലോണം ക്ലീൻ ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് ഇത് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ അധികം വാഷ് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഈ സോക്ക് ചെയ്ത വെള്ളത്തിൽ വെച്ച് തന്നെ ഒന്ന് വാഷ് ചെയ്തങ്ങ് എടുത്താൽ മതിയാവും. അപ്പോൾ ഇത് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നല്ലോണം കൊത്തിയരിയുക, കുഞ്ഞു കുഞ്ഞായിട്ട് ഇതേപോലെ കൊത്തിയരിഞ്ഞ് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് തോരൻ വയ്ക്കാനായിട്ട് വേറെ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സവോള, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ഒക്കെയാണ്. അപ്പോൾ ആദ്യം ഒരു പാൻ എടുത്ത് എണ്ണ ഒഴിച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന് നല്ലോണം വാഷ് ചെയ്ത് നമ്മുടെ സ്ട്രെയിനറിൽ വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഒരു ബ്രൗൺ കളറായിട്ട് റോസ്റ്റായിട്ട് വരുമ്പോഴത്തേനും ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന 1.5 സവോള ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ 2 പച്ചമുളക് കീറിയതും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റുക. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പും കൂടി ഇട്ട് നല്ലോണം വഴറ്റി ഇത് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ചായി വരുമ്പോൾ ഒത്തിരി ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു പെയിൽ കളർ ആവാൻ സ്റ്റാർട്ട് ആവുന്ന ടൈമിൽ നമ്മൾ കൊത്തി വെച്ചേക്കുന്ന ചക്ക ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അത്യാവശ്യം ലോ ഫ്ലെയിമിൽ തന്നെ കേട്ടോ, ഹൈ ഫ്ലെയിമൊന്നും വെക്കണ്ട, ലോ ഫ്ലെയിമിൽ. കാരണം ഇതിന് കുക്കിംഗ് ടൈമുണ്ട്. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ നല്ലോണം വഴറ്റുക. ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കുക. ഒരു 5 മിനിറ്റ്സ് കൂടുമ്പോൾ വഴറ്റിയാൽ മതിയാവും കേട്ടോ. ലോ ഫ്ലെയിം ആയതുകൊണ്ട് തന്നെ അങ്ങനെ അടിയിലൊന്നും പിടിക്കത്തില്ല. അപ്പോൾ ഇത് കുറച്ചൊരു ടൈം എടുക്കും നമുക്കിതൊന്ന് കുക്കായി വരാനായിട്ട്. അപ്പോൾ മീൻ വൈൽ നമുക്ക് ഇതിനുള്ള അരപ്പൊന്ന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ, 4 ചെറിയ ഉള്ളി, 5-6 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 2.25 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി കേട്ടോ. കുരുമുളക് പൊടി ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതെല്ലാം കൂടി ഇട്ട് പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നമ്മുടെ ഗ്രൈൻഡർ ഉണ്ടല്ലോ, ഗ്രൈൻഡറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി, ഒത്തിരി അങ്ങ് അരിഞ്ഞു വേണ്ട കാര്യമില്ല. പൾസിലിട്ട് ഒരു 3-4 പ്രാവശ്യം പൾസ് ഇടുമ്പോഴത്തേനും ഇതെല്ലാം കൂടി ഒന്ന് ഗ്രൈൻഡായിട്ട് വരും. അപ്പോൾ നമ്മുടെ ചക്ക ഒരു 15-20 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷം ഈ അരപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. എഗെയിൻ ഇതൊന്ന് മിക്സായതിന് ശേഷം നമ്മളൊരു 10-15 മിനിറ്റ്സ് കൂടി കുക്ക് ചെയ്യുക കേട്ടോ. എന്നാലേ ഈ അരപ്പെല്ലാം അതിലേക്ക് നല്ലോണം പിടിച്ച് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 15-20 മിനിറ്റ്സ് കുക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ അടിപൊളി ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. നോർമലി നമ്മൾ എല്ലാവരും ഇടിച്ചക്ക, അതായത് ഇത് ഇടിച്ചാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്, ഒന്ന് വേവിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ വേറൊരു ടെക്നിക്കാണ് ഇത് ആക്ച്വലി വളരെ ടേസ്റ്റിയാണ്. ഇടിച്ചക്ക ആയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേനും കുറച്ച് ടൈം കൺസ്യൂമിങ് കൂടിയാണ്. ഇത് അത്ര ടൈം കൺസ്യൂമിങ്ങും അല്ല. അപ്പോൾ എല്ലാവരും ഡു ട്രൈ ഇറ്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഡു ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്സ്. ഇത് വളരെ ടേസ്റ്റിയാണ്. പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കടുക് ഞാൻ മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതായത് കടുക് വറുത്തത് എങ്ങനെ സ്റ്റോർ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കടുക് വറുത്തയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് ഇളക്കി അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചക്കത്തോരൻ റെഡി. എല്ലാവരും ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ പറയണം. ബിക്കോസ് വെരി ഹെൽത്തി, ടേസ്റ്റി ആൻഡ് സൂപ്പർ ഗുഡും ആണ്. അപ്പോൾ എല്ലാവരും ഡു ട്രൈ ഇറ്റ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആൻഡ് എന്തെങ്കിലും ഫീഡ്ബാക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. അപ്പോൾ താങ്ക് യു ഫോർ